Hello students, welcome back to Bosco Campus Vision. In the last session we had an introduction to derivatives. So in this session we will look into the needs or purpose of derivatives, participants in a derivative market and the classification or types of derivatives. So as we know, risk is inherent in the investment environment. There is always a risk of capital loss to the investor. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ബിക്കോസ് മാർക്കറ്റ് ചേഞ്ചസ് അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഫ്ലക്ച്വേഷൻസിൻ്റെ ബേസിസിൽ ഷെയറിൻ്റെ പ്രൈസസ് കൂടാം കുറയാം. സോ ഒരു ഇൻവെസ്റ്ററിന് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ അങ്ങനെ റിസ്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ലോസ് കുറയ്ക്കുന്ന ഒരു മെക്കാനിസമാണ് ഹെഡ്ജിങ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് പ്രൊവൈഡ് റിസ്ക് ഹെഡ്ജിങ് മെക്കാനിസം ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. Thus, the main purpose of derivatives are to hedge the risk arising from the investment made in the underlying asset. സോ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇസ് ടു അവോയ്ഡ് ദ റിസ്ക് ആൻഡ് റെഡ്യൂസ് ദ ലോസ്. സോ ഹെഡ്ജ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് കുറയ്ക്കുക എന്നതാണ്. സോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോസിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് നമുക്ക് ആ പർട്ടിക്കുലർ റിസ്ക് ഹെഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ടു സ്പെക്കുലേറ്റ് ഇൻ ദ അണ്ടർലൈങ് അസറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ദ ഫ്ലക്ച്വേഷൻ ഓഫ് പ്രൈസസ്. സോ നേരത്തെ ഹെഡ്ജ് ചെയ്യുന്നത് നമ്മൾ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ആ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സ്പെക്കുലേറ്റ് ചെയ്ത് ഹയർ പ്രോഫിറ്റ്സ് ഗെയിൻ ചെയ്യാനും ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ ഏർപ്പെടാറുണ്ട്. സ്പെക്കുലേഷൻ പ്രോസസ്സ് നമുക്കറിയാം. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ചസിനെ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബുള്ള്, ബെയർ, സ്റ്റാഗ്, ലെയിം ഡക്ക് ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അസറ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വ്യക്തികളാണ് ഈ സ്പെക്കുലേറ്റേഴ്സ്. സോ സ്പെക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ് ഡെറിവേറ്റീവിൻ്റെ മറ്റൊരു പേർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് മോർ സേഫ് ആൻഡ് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഈ ഡെറിവേറ്റീവ്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിൽ തന്നെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. സോ ഈ എല്ലാ സ്ട്രാറ്റജീസും ഉപയോഗിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സേഫ് ആക്കുക അല്ലെങ്കിൽ ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കുക എന്നതാണ് മറ്റൊരു പേർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു ഹെൽപ്പ് ടു ട്രാൻസ്ഫർ പ്രൈസ് റിസ്ക് ബൈ ലോക്കിംഗ് ഇൻ അസറ്റ് പ്രൈസസ്. അതായത് ഡെറിവേറ്റീവ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ്. അതായത് ഒരു അസറ്റിൻ്റെ പ്രൈസ് ചേഞ്ചിൽ ഉണ്ടാകുന്ന റിസ്ക് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആ ലോസിൽ നിന്നും സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ ഏർപ്പെടുന്നത്. സോ ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസിൽ ഒരാൾക്ക്, അതായത് ബയറിന് അല്ലെങ്കിൽ സെല്ലറിന് ഒരാൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക. സോ ഒരു പർട്ടിക്കുലർ പൊസിഷൻ, അതായത് ഷോർട്ട് പൊസിഷൻ അല്ലെങ്കിൽ ലോങ് പൊസിഷനിൽ ഏർപ്പെടുന്നത് വഴി പ്രൈസ് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും ഡെറിവേറ്റീവ്സ് വഴി സാധിക്കും. So these are the main needs, purposes or use of derivatives. Next we will look into the main participants in a derivative market. There are three main participants in a derivative market and they are hedgers, speculators and arbitrators. First one is hedgers. They use derivative markets to reduce or eliminate the risk associated with the price of an asset. Majority of the participants in derivative markets belong to this category. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അസറ്റിൻ്റെ പ്രൈസ് ചേഞ്ചസ് വഴി ഉണ്ടാകുന്ന റിസ്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ ഏർപ്പെടാറുണ്ട്. സോ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. സോ ദെയർ മെയിൻ എയിം ഇസ് ടു റെഡ്യൂസ് ദ റിസ്ക് ആൻഡ് ടു അവോയ്ഡ് ദ ലോസ്. യെസ്, ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന റിസ്ക് അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഹെഡ്ജേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. Next is speculators. They transact futures and option contracts to get extra leverage in getting on future movements in the price of an asset. They can increase both the potential gains and potential losses by usage of derivatives in a speculative manner. Their gains are unlimited. സോ റിസ്ക് കുറച്ച് ലോസ് അവോയ്ഡ് ചെയ്യാനാണ് ഹെഡ്ജേഴ്സ് നോക്കിയിരുന്നതെങ്കിൽ ഇവിടെ സ്പെക്കുലേറ്റ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് സ്പെക്കുലേറ്റേഴ്സ് നോക്കുന്നത്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന രണ്ട് മെയിൻ ഡെറിവേറ്റീവ്സ് ആയ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിൻ്റെയും ട്രേഡിംഗ് വഴിയാണ് സ്പെക്കുലേറ്റേഴ്സ് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലെ മെയിൻ രണ്ട് സ്പെക്കുലേറ്റേഴ്സ് ആണ് ബുള്ളും ബെയർ എന്ന് പറയുന്നത്. സോ എ ബുൾ സ്പെക്കുലേറ്റർ ഓൾവേസ് എക്സ്പെക്ട്സ് എ റൈസ് ഇൻ പ്രൈസ് ആൻഡ് എ ബെയർ സ്പെക്കുലേറ്റർ ഓൾവേസ് എക്സ്പെക്ട്സ് എ ഫോൾ ഇൻ പ്രൈസ്. സോ പ്രൈസ് റൈസ് ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബുൾ സ്പെക്കുലേറ്റേഴ്സ് ഉടനെ തന്നെ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടും.
അതായത് ഒരു ലോങ് പൊസിഷൻ എടുക്കും, അതായത് ഷെയർസ് ബൈ ചെയ്യും, എന്നിട്ട് പിന്നീട് അത് സെല്ല് ചെയ്യും. പ്രൈസ് റൈസ് ആയെന്ന് തോന്നുമ്പോൾ അത് സെല്ല് ചെയ്യും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബേസ് എന്ന് പറയുന്നത്. ബേസ് എപ്പോഴും ഫോൾ ഇൻ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ പ്രൈസ് ഫോളോ ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരും ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കും, അതായത് ആദ്യം സെല്ല് ചെയ്യും, പിന്നെ പ്രൈസ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവർ ബൈ ചെയ്യും. സോ ഇങ്ങനെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾവേസ് their gains are unlimited. Next is arbitrators. Their behavior is guided by the desire to take advantage of a discrepancy between prices of more or less the same assets or competing assets in different markets. For example, if they see the future price of an asset getting out of the line with the cash price, they will take offsetting position in the two markets to lock in profit. സോ ആർബിട്രേജേഴ്സ് എന്ന് പറയുമ്പോഴും സ്പെക്കുലേറ്റേഴ്സിനെ പോലെ തന്നെയാണ്. ഇവരും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡ് സ്പെക്കുലേറ്റേഴ്സിൽ നിന്നും വ്യത്യാസമാണ്. ആർബിട്രേജേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ പ്രൈസ് രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്സിലായിട്ട് അനലൈസ് ചെയ്യും. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും രണ്ട് ഇതാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ആർബിട്രേജേഴ്സ് ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും ആ സെക്യൂരിറ്റിയുടെ പ്രൈസ് ഒന്ന് അനലൈസ് ചെയ്യും, എവിടാണ് കൂടുതൽ എവിടാണ് കുറവ് എന്നുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ കുറഞ്ഞ സ്ഥലത്ത് നിന്നും ആ ഷെയർസ് വാങ്ങി കൂടിയ സ്ഥലത്ത് കൊണ്ട് വിൽക്കും. സോ ദേ ബൈ ഫ്രം ദ മാർക്കറ്റ് where the price is low and sell it in a market where the price is high. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 100 രൂപയാണെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചിലപ്പോൾ അത് 120 രൂപയായിരിക്കും. സോ 100 രൂപ കൊടുത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങി അത് 120 രൂപയ്ക്ക് കൊണ്ട് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെല്ല് ചെയ്യും. സോ ആ ഡിഫറൻസ് ആയ 20 രൂപയാണ് ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇവർ ആർബിട്രേജ് പ്രോസസ്സിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. They make a riskless profit but has to analyze the market with speed to ensure profitability. സോ ഇവർ വളരെ റിസ്ക് ഇല്ലാതെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, പക്ഷേ മാർക്കറ്റ് നന്നായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. ബിക്കോസ് മാർക്കറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് പ്രൈസിൻ്റെ ചേഞ്ചസും സംഭവിക്കാം. സോ ദ പേഴ്സൺസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ദിസ് ആർബിട്രേജ് പ്രോസസ് ആർ നോൺ ആസ് ആർബിട്രേജേഴ്സ്. And these are the three main participants in a derivative market. And the main difference between them is on the basis of their intentions. The main intention of hedgers is to avoid the loss by reducing the risk. And the main intention of speculators and arbitrators is to make profit. So hedgers, speculators and arbitrators are considered to be the main participants in a derivative market. So next we will look into the classification of derivatives. Derivatives are broadly classified into two main categories, that is commodity derivatives and financial derivatives. Financial derivatives are again subclassified into two, that is basic financial derivatives and complex financial derivatives. And basics are of four types, that is forwards, futures, options and swaps, and complex are of two types, that is warrant and convertibles and exotics. സോ ഡെറിവേറ്റീവ്സ് ഒത്തിരി ടൈപ്സ് ഉണ്ടെങ്കിലും മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്ന രണ്ടെണ്ണമാണ് കൊമോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും. അതിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്ന ബേസിക് ടൈപ്സ് ആണ് ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. So the first one is commodity derivatives. In commodity derivatives, the underlying asset is a commodity like wheat, rice, pepper, cotton, etc. or precious metals like gold, silver, etc. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ വ്യത്യാസം വരുന്നത് അതിൻ്റെ അണ്ടർലൈങ് അസറ്റിലാണ്. സോ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊമോഡിറ്റീസ് ആണ്. അത് വീറ്റ് ആകാം, റൈസ് ആകാം, പെപ്പർ ആവാം, കോട്ടൺ ആവാം, ഗോൾഡ് ആവാം, സിൽവർ ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊമോഡിറ്റീസ് ആണ് ഇവിടുത്തെ ഡെറിവേറ്റീവ്സിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. സോ ഈ കൊമോഡിറ്റി ഡെറിവേറ്റീവ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്സ്ചേഞ്ചസ് ഒക്കെ ഇന്ത്യയിലും ഉണ്ട്. മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നാഷണൽ കൊമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, നാഷണൽ മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊമോഡിറ്റി ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ഇന്ത്യ മെയിൻലി ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഇൻ 6 commodities are available at different commodity exchanges. Next is financial derivatives. They denote a variety of financial instruments including stocks, bonds, treasury bills, foreign currencies and other hybrid securities. The derivatives in currencies, gilt edge securities, shares,
indices, etc. are known as financial derivatives. സോ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയായ സ്റ്റോക്സ്, ബോണ്ട്സ്, ട്രഷറി ബിൽസ്, ഫോറിൻ കറൻസീസ്, ഗിൽറ്റ് സെക്യൂരിറ്റീസ്, ഇൻഡിസസ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്ന അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഗിൽറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിനാണ് നമ്മൾ ഗിൽറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇൻഡിസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇൻഡിസസ് ആണ്, അതായത് നിഫ്റ്റിയും സെൻസെക്സും. സോ ഇതെല്ലാം അണ്ടർലൈങ് അസറ്റ്സ് ആയിട്ട് വരുന്ന ഡെറിവേറ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ക്യാൻ ബി ട്രാൻസാക്റ്റഡ് അറ്റ് ഡിഫറെൻറ്റ് എക്സ്ചേഞ്ചസ് ഓൾ ഓവർ ദ കൺട്രി. ആൻഡ് ദ 4 മെയിൻ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. സോ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ 4 മെയിൻ ടൈപ്സ് ആണ് ഫ്യൂച്ചേഴ്സ്, ഫോർവേഡ്സ്, ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്. ഇതിൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും മാത്രമാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഫോർവേഡ്സും സ്വാപ്സും ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ആണ്, അതായത് പാർട്ടീസ് ഡയറക്റ്റായിട്ടാണ് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ F&O സെഗ്മെൻ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേകം സെഗ്മെൻ്റ് ഉണ്ടായിരിക്കും. സോ അവിടെയാണ് ഫ്യൂച്ചേഴ്സിൻ്റെയും ഓപ്ഷൻസിൻ്റെയും ട്രേഡിംഗ് നടക്കുന്നത്. In India, stock index futures, stock index options and stock futures can be traded at BSE or NSE. And interest rate derivatives have also been allowed by the government. So Indian stock exchanges ആയ BSEയിലും NSEയിലും പലതരം ഷെയർസിൻ്റെ ഫ്യൂച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. So this is all about the 2 main types or classifications of derivatives, that is commodity derivatives and financial derivatives. And in the coming sessions we will be discussing in detail about the 4 types of financial derivatives, that is forwards, futures, options and swaps. So in this session we discussed about the needs or purposes of derivatives, participants in a derivative market and the classification of derivatives. Hope all are clear with the topic. Thank you.